അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡികൾ നമ്മൾ പറയുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കളർ പറഞ്ഞ ആളാണെന്ന് അപ്പൊ അതുപോലെ കളർ പറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട്. നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. നമ്മുടെ ബീനാടിമാരെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ കയറി വരുന്നത് പുള്ളിക്കാരന് ബോഡി ഷേമിംഗ് കോമഡികളാണ് അല്ലെ. ഒരു കാലത്ത് പുള്ളിക്കാരന്റെ സ്റ്റാർ മാജിക്കിലെ ബോഡി ഷേമിംഗ് കോമഡികൾക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരുന്നു അല്ലെ. പുള്ളിക്കാരൻ ഒരു സ്റ്റാർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരുപാട് ആളുകൾ അത്തരം കോമഡികൾക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നു. അതിൽ നമ്മളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരാളുടെ നിറത്തിന്റെ പേരിലും ശരീരഘടനയുടെയും പേരിലും വെച്ച് കളിയാക്കരുത്, അത് വെച്ച് കോമഡികൾ സൃഷ്ടിക്കരുത്. കാരണം അത് കാരണം ഒരുപാട് ആളുകൾക്ക് ഹേർട്ട് ആകുന്നുണ്ട് എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരനെതിരെ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും ബിനാഡിമാലി ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആക്സെപ്റ്റ് ചെയ്താൽ കഴിഞ്ഞല്ലോ, ബിനാഡിമാലിക്ക് അതേ അറിയുള്ളൂ. ബോഡി ഷേമിംഗ് കോമഡികൾ എല്ലാ കാലവും ബിനാഡിമാലി നൽകിക്കൊണ്ടിരുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഞാൻ കളിയാക്കുന്നവർക്ക് പ്രശ്നമില്ല, പിന്നെ കാണുന്നവർക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇത്തവണ ഇതേപോലെ പുള്ളിക്കാരൻ അഭിനയിച്ച പാളിയും പി സി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പുള്ളിക്കാരൻ ഇതേ മധുരം എന്തോന്ന് പറഞ്ഞു. പക്ഷെ ഇത്തവണ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ഉള്ളോട്ടേക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം ആ വേദിയിൽ ബോധ്യം ഇവരുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും പുള്ളിക്കാരൻ ഇത്തവണ അവിടെ വെച്ച് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്ന വന്നാലേക്ക് മിക്ക ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതി പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. 5 വർഷമായി സ്റ്റാർ മാജിക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓരോ ഷോകളും ഇതിന്റെ ഓരോ ഷോയുടെയും മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്തോട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. അത് നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതി അതിനെ വറക്കരുത്. കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ്. ശരി, എല്ലാവരും വളരെ കഷ്ടത്തിലാണെന്ന് കരുതി നിങ്ങൾ എന്ത് ഉളത്തരം പറഞ്ഞാലും ചിരിക്കണം എന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇവിടെ ബിനാഡിമാര് പറഞ്ഞല്ലോ, ഞങ്ങൾ കാരണം ഒരാളെങ്കിലും ചിരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ് ഇത്തരം കോമഡികളൊക്കെ പറയുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇത് കാരണം ആരെയും ദ്രോഹിക്കുന്നില്ല എന്നൊക്കെ. ശരിയാണ്, നിങ്ങൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങളൊരു പർട്ടിക്കുലർ ശരീരഘടനയെയോ നിറത്തെയോ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ തമാശകൾ പറയുന്ന സമയത്ത് അത് കണ്ട് 100 ആൾക്കാർ ചിരിക്കുമ്പോൾ അതേസമയം നിങ്ങൾ കളിയാക്കിയ ശരീരഘടനയും നിറവുമുള്ള 10 പേരെങ്കിലും അവിടെ സങ്കടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു തരം ദ്രോഹമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു 100 പേരെങ്കിലും ചിരിപ്പിക്കുന്ന സമയത്ത് ഇൻഡയറക്ട്ലി 10 പേരെങ്കിലും നിങ്ങൾ അവിടെ ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ചിരിക്കുന്ന 100 പേരിൽ 20 പേരെങ്കിലും അത് പ്രചരിപ്പിക്കും അല്ലെ. അവരത് പ്രചരിപ്പിക്കുന്ന സമയത്ത് വീണ്ടും ഒരുപാട് ആളുകളെ അത് ദ്രോഹിക്കുന്ന പോലെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഇത്തരം കോമഡികൾ പറയല്ലേ എന്ന് പറയുന്നത്. ആരോട്? ബാക്കി പറഞ്ഞോട്ടെ. നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടുകൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഇത് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. അതാണ്, പ്രകൃതി വരെ മാറി, എന്നിട്ടും നിങ്ങളെപ്പോൾ ആൾക്കാർ മാറുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്തരം ഔട്ട്ഡേറ്റഡ് കോമഡികളെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കാലം മാറി ബിനാഡിമാലി. ഇപ്പോഴത്തെ തലമുറക്ക് ഇത് കണ്ടാൽ ചിരി വരില്ല. അത്രയെങ്കിലും ഒന്ന് ചിന്തിക്കുക. ആളുകൾക്ക് ഇപ്പൊ വേണ്ടത് പണ്ടത്തെ ടൈപ്പ് കോമഡീസ് അല്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷണൽ ആയിട്ടുള്ള കോമഡികളാണ്. സിനിമകൾ വരെ അത്തരത്തിലേക്ക് മാറി. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നതാണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റെങ്കിലും ഒന്ന് വരുത്താൻ ശ്രമിക്കുക. ഇന്നത്തെ തലമുറയെ പഠിക്കുക, ഇന്നത്തെ ആളുകളുടെ ചിന്താഗതികൾ പഠിക്കുക. അവർ എത്തരം കോമഡികൾ കണ്ടാലാണ് ചിരിക്കാന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ രീതിയിലുള്ള കോമഡികൾ അടിച്ചു വിടൂ. ഉറപ്പായിട്ടും ആളുകൾ ചിരിക്കും. അതല്ലാണ്ട് ആജീവനാന്തം ബിനാഡിമാലിന്റെ കോമഡിയാണ് ഞങ്ങൾ ചിരിക്കൂല എന്നൊന്നും പറഞ്ഞാലും മസിൽ പിടിച്ച് നിൽക്കുന്നില്ല. 4 ബിനാഡിമാർ നല്ല കോമഡികളായിട്ട് വന്നാണെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ ചിരിക്കും. ഈ കളിയാക്കിയവരൊക്കെ തിരുത്തി പറയും. ആരോടാ ഞാനീ പറയണത്? ബാക്കി പറഞ്ഞോട്ടെ. കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ കീറി മുറിക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആരും അങ്ങോട്ടും ബോഡി ഷേമിംഗ് പറഞ്ഞ സംഭവമില്ല. പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര സിനിമകൾ ഹിറ്റ്. അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. ശരി, പണ്ട് എങ്ങനെയാണെന്ന് കരുതി ഇപ്പോഴും അങ്ങനെ ആവണമെന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പണ്ട് കഥയ്ക്ക് വേണ്ടി എന്തും പറഞ്ഞാൽ ചിരിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്, സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ്. ഇന്നൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കാലം ഒരാൾക്ക് ഹേർട്ട് ആവാണെങ്കിൽ അയാൾ അത് സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയും.
അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. ആ രീതിയിലേക്ക് ഇന്നത്തെ തലമുറ മാറിക്കഴിഞ്ഞു. അതല്ലാണ്ട് പണ്ട് ബോഡി ഷെയ്മിങ് ഇല്ല, ഇപ്പം ബോഡി ഷെയ്മിങ് എന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ബിനോടിമാലി? ന്യായീകരണത്തിന്റെ ഓരോ തോത് നോക്കി നിങ്ങൾ. എന്തായാലും ബിനോടിമാലി ഇരിക്കുന്ന ഇതേ വേദിയിൽ മഞ്ജു പത്രോസും കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്കാർ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടനും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകള് ഞാനത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നമ്മളൊരു തമാശ പറയുമ്പോ പലപ്പോഴും അവന് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ്, ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ല് പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യന് വേണ്ടി ചിരിക്കുന്നുണ്ട്, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എന്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്. ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇപ്പോഴും അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല. അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് പേടി, ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ? ഇത്തരം അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരിൽ നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം. അതാണ് അത് പൊളിച്ച് ബുദ്ധിബോധമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ്. നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള കലാകാരിയാണ് മഞ്ജു പത്രോസ്, യാതൊരു സംശയമില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മഞ്ജു പത്രോസിന്റെ ഒരു അനുഭവം കൂടി മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. പുള്ളിക്കാരി കാന്താര എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയ സമയത്ത് ആ സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതിലൊരു കഥാപാത്രം സ്വന്തം ഭാര്യയും കൊണ്ട് ചന്തയിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയുടെ പല്ലും ചന്തയിലെ പോത്തിന് പല്ലും വെച്ച് കമ്പയർ ചെയ്യുന്നൊരു സീൻ ഉണ്ട്. ആ സീൻ കണ്ട് പലരും ചിരിക്കുന്ന സമയത്ത് തന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി ഇതേമാതിരി പല്ലുന്തിയ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വരുന്നത് താൻ കണ്ട സീനെ കുറിച്ച് പിന്നീട് മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. അതൊക്കെ ബോഡി ഷെയ്മിങ് കോമഡികൾ പലർക്കും ഹേർട്ട് ആകുന്നുണ്ടെന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. എന്തായാലും നല്ല രീതിയിലുള്ള പൊളപ്പ മറുപടി തന്നെയാണ് കേട്ടോ മഞ്ജു പത്രോസോട് കൊടുത്തത്. അതിൽ യാതൊരു സംശയമില്ല. മഞ്ജു പത്രോസ് ഇത് പറയുന്ന സമയത്ത് തൊട്ടടുത്ത് ആരിയ്ക്കുന്നുണ്ട്? ധർമ്മജൻ ഇരിക്കുന്നുണ്ട്. ധർമ്മജൻ എന്തോ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ധർമ്മജന് പറയണമെന്നാണ് നോക്കാം. രണ്ട് പെൺകുട്ടികളാണ് 9ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്നത്. ഒരു കുട്ടി ഇത് കളറ് കാട്ടുള്ള കുട്ടിയാണ്, ഒരു കുട്ടി കളർ വന്നിട്ടുള്ള കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളുടെ അമ്മക്ക് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഭയങ്കര കുട്ടികൾ ജീവിക്കുന്ന പഠിക്കാൻ ഒരു പ്രശ്നമില്ല. ആൾക്കാർക്കാണ് ഇതിന്റെ കഴപ്പ്. ട്രോളന്മാരും മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതിന് നോക്കണമെന്ന് ആരോട് പറഞ്ഞിട്ടില്ല. ധർമ്മജൻ അതിന് പിടിച്ചിരുത്തിയിട്ടൊന്നുമില്ലല്ലോ. ട്രോള് കാണുന്നു പറഞ്ഞുകൊണ്ട്. കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർ കാണണ്ട. ഇതിപ്പോ ധർമ്മജനും കണക്കാം, പിന്നെ അടിമാനും കണക്കാം. ധർമ്മജനെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവുന്ന കരുതി, അതും ഇല്ലല്ലേ. ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ രീതിയിൽ കോമഡികൾ പറഞ്ഞ് കയറി വന്നവരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ അത്തരം കോമഡികൾ എതിർക്കുന്ന സമയത്ത് അതിന്റെ ഫ്രസ്ട്രേഷൻ ഉറപ്പായിട്ടുണ്ടാകും. ആ ഫ്രസ്ട്രേഷന് പുറത്ത് പറയുന്ന വാക്കുകളായിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം അല്ലേ. എന്തായാലും ബാക്കിയുണ്ടോ? ഒന്നില്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്ന് നേരിട്ട് എന്ന് വിളിച്ചു പറയുക. അല്ലാതെ വെറുതെ റോസാപ്പൂവിന്റെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നേരിട്ട് പറയുക. ധർമ്മജ പിന്നെ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ലോ എന്ന് പറയുന്നത് എനിക്ക് അർത്ഥമില്ല. നേരിട്ട് പറയട്ടെ. ഇപ്പൊ മഞ്ജു പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് അല്ലേ? മഞ്ജുവിന്റെ കുറിച്ച് എനിക്കറിയാവുന്ന എന്താണ് ഇവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഇവർക്കൊക്കെ എന്താ എന്തിന്റെ നമ്മള് മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. കണ്ണു വീഴുകയും ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നും അല്ല ആരും. അപ്പൊ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അതെ, അത് സത്യം. അന്നത്തെ സിനിമകൾ എന്നും പറഞ്ഞതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും കറക്റ്റ് പോയിന്റ് വൈസാണ് ഇവിടെ മഞ്ജു പത്രോസ് സംസാരിച്ചത്. പിന്നെ ഇവിടെ ധർമ്മജൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് വന്ന് പറയണം, എന്തിനാണ് ഇങ്ങനെ ട്രോളൊക്കെ ചെയ്യണമെന്നുള്ളത്.
നേരിട്ട് വന്ന് പറയാൻ എല്ലാ ട്രോളർമാരുടെയും കയ്യിൽ ധർമ്മജൻ ഫോൺ നമ്പർ കൊടുത്ത് വിട്ടിട്ടുണ്ടോ? അത് അറിയാത്തോണ്ട് ചോദിക്കാം. പിന്നെ ധർമ്മജനാണെങ്കിലും ബിനാഡിമാനാണെങ്കിലും ഇത്തരം കോമഡികൾ പഠിച്ചു വിടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അല്ലേ? അല്ലാണ്ട് ഓരോരുത്തരടുത്തും പോയിട്ട് പേഴ്സണലായി പറയുന്ന കോമഡികളൊന്നും അല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പബ്ലിക്കലി വന്ന് പറയുന്ന തമാശകൾ പബ്ലിക്കലി തന്നെ എതിർക്കപ്പെടണം, അതല്ലാണ്ട് പേഴ്സണലി വന്നിട്ടല്ല. അത്ര ഇവിടെ ട്രോളർമാർ ചെയ്യുന്നുള്ളൂ. എന്തായാലും ധർമ്മജന്റെ ഫ്രസ്ട്രേഷനിൽ അവർ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കേട്ടല്ലോ, ബിനാഡിമാനിക്ക് ഇനി എന്താ പറയാൻ കൂടി നമുക്കൊന്ന് കണ്ടോക്കാം. ആരും പറഞ്ഞു ചെന്ന് നിന്ന സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞത് കോമഡി പ്രോഗ്രാമും ധർമ്മജനും പിഷാർക്ക് നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും പിഷാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരുടെക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാമാണ്. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ. സമൂഹത്തിലാണെങ്കിലും വേദിയിലാണെങ്കിലും ഒക്കെ കണക്കന്നെ. തെറിയും പറഞ്ഞിട്ടും കഷ്ടം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? പോത്തിന് ചെവിര് വേദം ഓതുന്നതും ബിനാഡിമാരിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഒരേപോലെ ആണെന്നുള്ളത്. കാരണം ഒരു കാര്യമില്ല, ഇതിപ്പോ ഇത്രയും പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് ന്യായീകരിക്കുന്നത്. ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണം. അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. പിന്നെ മഞ്ജു പത്രോസിനെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരിയെ കണ്ടതിൽ വളരെ സന്തോഷം. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.